വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഈശോമിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സാന്ത്വനാഭിഷേകം എന്ന തിരുവചന സാന്ത്വന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാ നിർഭരമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം സമീപസ്ഥരും വിദൂരസ്ഥരുമായി ഷാലോം ടി വി ഈ സമയം കർത്താവിൽ പ്രാർത്ഥനാപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ ദൈവമക്കളെയും ഓർത്ത് നിമിഷം പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഈശോയെ, നിങ്ങൾക്ക് വചനം നൽകി ഐസയ 54 വെളിപ്പെടുത്തും പോലെ ക്ഷീണിതനെ വാക്കുകൊണ്ട് വിശ്രാന്തി നൽകാൻ ദൈവമായ കർത്താവ് ഒരു ശിഷ്യനെ എന്ന പോലെ എന്നെ അഭ്യസിപ്പിച്ചു. കർത്താവ് എല്ലാ അഭിഷിക്തരെയും അങ്ങ് അഭ്യസിപ്പിക്കുന്ന സാന്ത്വനത്തിൻ്റെ ദൈവവചനത്താൽ എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും ജെറമ്യ 31:9 പ്രാർത്ഥിക്കുന്നു. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. കർത്താവെ, ഈ വചന ശുശ്രൂഷയിൽ അനേകം മക്കളെ നീ ആശ്വസിപ്പിച്ച് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. എനിക്ക് ആമുഖമായി തന്നെ പറയാനുള്ളത്, അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം അഥവാ അതിജീവിക്കുന്ന വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് അഗ്നിപരീക്ഷകളും ദൈവത്തിൻ്റെ ദാനമാണ്. അതിജീവിക്കുന്ന വിശ്വാസം നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, അല്ലാതെ അതിജീവിക്കുന്ന പ്രത്യാശ നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, എല്ലാത്തെയും അതിജീവിക്കുന്ന ദൈവസ്നേഹം നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവം ആമുഖമായി തരണത്
അതിന് അനുപേക്ഷണീയമായ അഗ്നി പരീക്ഷകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കുറേ അഗ്നി പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ എന്നെ ശ്രമിക്കുന്ന മക്കൾ ഇപ്പോൾ അഗ്നി പരീക്ഷയിലായിരിക്കുന്നവരാകാം. ഇപ്പോൾ എല്ലാവരും പറയില്ല, അച്ഛാ വലിയ തകർച്ചയായിപ്പോയി, ഞാൻ വീണ് കിടക്കുകയാണ്, പാപത്തിലായാലും സാമ്പത്തിക തകർച്ചയിലായാലും. അപ്പോൾ വീണ് കിടക്കുന്ന മക്കളായാലും വിശ്വാസിയാണ് നീയെങ്കിൽ നീ ഓർക്കണം, നിൻ്റെ വീഴ്ച ലാസറിൻ്റെ മരണം പോലെയാണ്. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ഈ രോഗം മരണകാരണമല്ല, അതുപോലെ ഈ വീഴ്ച തകർച്ചയല്ല. എല്ലാ വീഴ്ചകളും തകർച്ചകളല്ല. പത്രോസ് കടലിൽ വീണ മനുഷ്യനാണ്. എന്തിനാ കടലിൽ വീണത് എന്ന് ചോദിച്ചാൽ കർത്താവ് പിടിച്ച് കയറ്റാൻ വേണ്ടി എന്നാണ് എൻ്റെ ഉത്തരം. കർത്താവ് പിടിച്ച് കയറ്റാൻ വേണ്ടി വീണവരുണ്ടാകാം. അവർ പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കണം. കർത്താവ് പിടിച്ച് കയറ്റാൻ വേണ്ടി വീണവരെ. അപ്പോൾ വീണ് കിടക്കുന്ന മക്കളായാൽ കർത്താവ് പിടിച്ച് കയറ്റാൻ വേണ്ടിയാണ് അവർ വീണത്. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ് കിടക്കുന്ന മക്കൾ ഏത് നിമിഷവും കർത്താവ് എന്നെ പിടിച്ചു കയറ്റാൻ വേണ്ടി ഈ കടലിന് മീതെ വരും. കർത്താവിൻ്റെ കൈ, കർത്താവിൻ്റെ താങ്ങിപ്പിടിക്കുന്ന കൈ, ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു സ്പിരിറ്റ് അതാ, ഐ അപ്ഹോൾഡ് യു, ഞാൻ നിന്നെ താങ്ങിപ്പിടിച്ചിരിക്കുന്നു വിത്ത് മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്, എൻ്റെ വിജയകരമായ വലത് കരത്താൽ. കർത്താവിൻ്റെ വിജയകരമായ വലത് കരത്ത് ഐസയ 41:10. കർത്താവിൻ്റെ വിജയം എന്താണ്? അവൻ്റെ വലത് കരം എന്താണ് എന്നൊക്കെ നീ ഞാനും മനസ്സിലാക്കാൻ വേണ്ടി ചില സമയത്ത് നമ്മൾ വീഴും. ഞാനങ്ങനെ കുറേ പ്രാവശ്യം വീണ ഓരോ സമയത്തും എൻ്റെയും നിൻ്റെയും കർത്താവ് കടലിൻ്റെ മീതെ ആയാലും കയത്തിൻ്റെ മീതെ ആയാലും അഗ്നിയുടെ മീതെ ആയാലും കർത്താവ് വരും. കർത്താവ് വരുമെന്ന് മാറാനാഥ, കർത്താവെ വരണമേ എന്നാണ് ബൈബിളിൻ്റെ വിശ്വാസം. ബൈബിൾ അവസാനിക്കുന്നതും ആ ഒരു വാക്കിലാണ്, കർത്താവെ വരണമേ. എൻ്റെ പ്രതിസന്ധികളിലായാലും എൻ്റെ കണ്ണീരിലായാലും എൻ്റെ കടത്തിലായാലും ഈ ദിവസങ്ങളിൽ ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു. അവൾ ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോകുന്ന പോലെ ഉടമ്പടി പ്രാർത്ഥനയിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥയായിപ്പോയി. കാര്യം ഒരു വിസ തട്ടിപ്പുകാരത്തി അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലായി. ഇപ്പം നിങ്ങളുമൊക്കെ ചില സമയത്ത് തട്ടിപ്പിലും വെട്ടിപ്പിലും ഒക്കെ വീണ ആൾക്കാരാകാം. നിങ്ങളത് പ്രാർത്ഥനാപൂർവ്വം ഈ വിഷയം കേൾക്കണം. കർത്താവ് നിങ്ങളെയും ഈ വലിയ പ്രതിസന്ധികളെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു വിസ തട്ടിപ്പുകാരിയുമായിട്ട് ഒരു കണക്ഷനായി. അവർ വിസ തട്ടിപ്പുകാരാണെന്ന് ഇവർക്കറിയത്തില്ല. അപ്പോൾ വിസ കുറേ ആൾക്കാരെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിസ വാങ്ങിച്ചു കൊടുക്കാം, അതിൻ്റെ അഡ്വാൻസ് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ കുറേ ആൾക്കാർക്ക് അവർ കയറ്റി വിട്ടിട്ടുള്ളതാണെന്ന് പറയുന്നു. അതിനവിടെ പ്രൂഫ് അവർ കാണിച്ചു. പക്ഷേ ഇത് ഈ ബിസിനസ് മുന്നോട്ട് പോയപ്പോഴേ കുറേ പേർക്ക് വിസ കിട്ടാതെയായി. വിസ തട്ടിപ്പുകാരി എന്നുള്ള വലിയൊരു ബ്ലാക്ക് ലേബല് ഇവരുടെ മേൽ വീണ് തന്നെയല്ല നാട്ടിൽ നിൽക്കാൻ കഴിയില്ലാതെ വിസ തട്ടിപ്പിൽ കുടുങ്ങിയ ആൾക്കാരെല്ലാം ഇപ്പോൾ കേസ് കൊടുത്ത് നാട് മുഴുവൻ ഇളകി ഇവിടെ വീട് മുറ്റും മുഴുവനും വളഞ്ഞ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാസനത്തിൽ കേട്ട നല്ല സാക്ഷ്യങ്ങളിൽ ഒരു സാക്ഷ്യമാണിത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അവിടെ നിന്ന് കഴിഞ്ഞാൽ കള്ളിയാണെന്ന് ജീവിതകാലം മുഴുവൻ ജനം വിളിക്കുകയും കുറച്ച് നിയമപ്രസംഗം ചിലപ്പോൾ അകത്ത് പോയെന്ന് വരും. അപ്പോൾ അവിടെ മുമ്പിൽ ഒന്നുമില്ല. അവിടെ മുമ്പിൽ അവർക്ക് ആശിക്കാനോ പ്രതീക്ഷിക്കാനോ ഒന്നും 20 ലക്ഷം രൂപയാണ്. ഇവർ പാവപ്പെട്ടവരാ. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു സാമാന്യ വരുമാനമുള്ളവർക്ക് പോലും ഒരു 20 ലക്ഷം രൂപയൊക്കെ ഒറ്റയടിക്ക് കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഇവർ ചങ്ക് നീരായി ചത്ത് കളയണം, നാട് വിട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിച്ച് എൻ്റെ അടുത്ത് വന്നു. എന്നോട് ഇവർ പറഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ്. അപ്പോൾ എൻ്റെ വായി പെട്ടെന്ന് വന്ന മോൾ ആത്മഹത്യ ചെയ്യണ്ട,
അമ്മയുടെ മുമ്പിൽ നിൽക്കുക. അമ്മയുടെ മുമ്പിൽ നിൽക്കുക, വിശ്വാസം നിൽക്കുമ്പോൾ എന്ത് പറയും? അമ്മയുടെ മുമ്പിൽ വഴികളുണ്ട്, എല്ലാത്തിനും വഴികളുണ്ട്. വഴികൾ മാത്രമല്ല, അധികാരമുണ്ട്. അവൾ അമ്മയുടെ മുമ്പിൽ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ 5000 രൂപ അവൾക്ക് കൊടുത്തു. നീ ഇതും കൊണ്ട് നാട് വിടും മോളെ എന്ന് പറഞ്ഞു. നീ ഇതും കൊണ്ട് ഒരു വഴി തെളിഞ്ഞു പറഞ്ഞാൽ ഒരു വലിയ രക്ഷാ കടമായി നിയമപ്രശ്നം നേരിടുന്ന നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരാൾ രക്ഷപ്പെടാൻ പോകുന്നൊരു വഴി ഞാൻ പറയേ. അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ 5000 രൂപ കൊടുത്തു. 5000 രൂപയും കൊണ്ട് ഇവൾ നാട് വിട്ടു പോയി. അവളുടെ അകന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ച് അവിടെ വീട് വിടാൻ തോറും കയറി ഇറങ്ങി തുണിത്തരങ്ങളെടുത്ത് വിറ്റ് ഒരു കൊല്ലം ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ എൻ്റെ അടുത്ത് വന്നു. അപ്പം എന്നോട് പറഞ്ഞ്, അച്ഛാ ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഴയ ടെൻഷനൊക്കെ പരിശുദ്ധ അമ്മ മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കുഴപ്പമില്ല, നീ ഒരു ഉടമ്പടി പ്രാർത്ഥന ചെയ്യും. കാര്യം നമ്മളെ വിശുദ്ധീകരിക്കണമല്ല. ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളെ വിശുദ്ധീകരിക്കുക. അതായത് അതിൻ്റെ ഇപ്പോൾ ഐസയ വചനമായ 1:18 അനുദപിക്കുക, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അപ്പം അനുതാപവും അനുഗ്രഹം പ്രാപിക്കലും തമ്മിൽ വളരെയേറെ ബന്ധമുള്ളതാണ്. ഇപ്പം നമ്മൾ ജോഷുവ 3:5 പറഞ്ഞാലും നിങ്ങൾ പശ്ചാത്തപിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ അത്ഭുതം പ്രവർത്തിക്കാൻ ചില സമയത്ത് അത്ഭുതം തന്നെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പിന്നെ എന്നാ ചെയ്യേണ്ടത്? അത്ഭുതം തന്നെ പ്രവർത്തിക്കണം. അവൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ഈ ഒരു കൊല്ലം ജോലി ചെയ്തതിൻ്റെ കുറച്ച് കാശ് കുറച്ച് പ്രവർത്തനാനുഭവം കൂടി ആയില്ലേ. ആ പ്രവർത്തനാനുഭവം കൊണ്ട് അവളൊരു തുണിക്കടയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു തുണിക്കട ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ 2 തുണിക്കടയും 6 മാസം. ഞാൻ ഞെട്ടിപ്പോവുകയാണ്. ഒരു സാധാരണ വലിയ ബിസിനസ് വീരന്മാർക്ക് പോലും സാധിക്കാതെ പിന്നെ ആരായും ഇവിടെ കൂടെ നിൽക്കണത്? അമ്മ നിൽക്കുകയല്ലേ. അമ്മയുടെ ഒരു ഗുണവത, അമ്മ അങ്ങ് ബൈപേഴ്സൺ വരും. നിങ്ങളെ പരിപൂർണ്ണ കാര്യം ഈശോ നമ്മളെ അമ്മയെ ഏൽപ്പിച്ചതാ. അമ്മയ്ക്ക് ആ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കത് വിശ്വസിക്കണം. നമ്മൾ അങ്ങനെയുള്ള ആഴമായ വിശ്വാസം ഉണ്ടാകുമ്പോൾ അമ്മ ബൈപേഴ്സൺ വരും, കോളേജിലായാലും വരും, എവിടെയായാലും വന്നിരിക്കും. അമ്മ നിന്ന് കാര്യം അങ്ങനെയല്ല. കാനായിലാണെങ്കിലും അവിടെ വിഞ്ഞ് തീർന്നു പോയപ്പോഴെന്താ പറഞ്ഞത്? യേശുവിൻ്റെ അമ്മ അവിടെ എത്തി, അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം യോഹന്നാൻ 2:1 പറയുന്നത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അതിൽ വചനം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ യോഹന്നാൻ 1:1 പറയുമ്പോൾ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നത് തന്നെ ആ കമ്പാരിറ്റീവ് കാറ്റഗോറിക്കലായിട്ട് തന്നെയാണ് യോഹന്നാൻ പറയണത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നത്. അപ്പം എന്തൊരു അധികാരമാണ്! യേശു സാന്നിധ്യത്തിൻ്റെ ഭൗതിക മേഖല യേശു സാന്നിധ്യത്തിൻ്റെ തനി അധികാരം പോലെയാണ്. കാര്യം ആ അധികാരം അമ്മയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ മകൾക്ക്, പുത്രൻ്റെ അമ്മയ്ക്ക്, പരിശുദ്ധാന പ്രിയ വധുവിനെ. അതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ 2 തുണിക്കട കൂടിയായി. ഇപ്പം സാക്ഷ്യം പറഞ്ഞപ്പോൾ എത്രയാണെന്നറിയാവോ? സാക്ഷ്യം പറയുന്ന മുമ്പ് ആ 20 ലക്ഷം കടം മുഴുവൻ അവൾ വീട്ടി. 20 ലക്ഷം മുഴുവൻ കടം അവൾ വീട്ടി. ഇപ്പോഴ് എറണാകുളത്തൊരു തുണിക്കട ഇട്ടിരിക്കണേ. ഞാനിങ്ങനെ ഭൗതിക പുരോഗതിയെക്കുറിച്ച് പറയുകയല്ല, മറിച്ച് ഒരു മനുഷ്യന് ആത്മഹത്യക്ക് വീണ് പോകുമ്പോൾ രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകെ പോയിട്ടുള്ളത് കർത്താവിന് വചനമില്ലേ? ആ വചനത്തിന് ആകാശം കടന്നുപോയാലും ഭൂമി കടന്നുപോയാലും 21:34 ലൂക്കായുടെ സുവിശേഷം അതിന് മാറ്റം ഉണ്ടാകത്തില്ലെന്ന്. മാറ്റമില്ലാത്ത വചനമാണ് ആത്മഹത്യയെന്ന് വീഴ്ചയെന്ന് നമ്മൾ സംരക്ഷിക്കണം. അതുപോലൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സാക്ഷികൾ കേൾക്കുമ്പോൾ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും അതേ വിശ്വാസം ഉണ്ടാകുകയും എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, യേശുക്രിസ്തു ഇന്നലെ ഇന്നും, ഹെബ്രായർ 13:8 ഇന്നലെ ഇന്നും ഒരാൾ തന്നെയാണ്. മാറ്റമില്ലാത്ത ദൈവത്തിന്, മാറ്റമില്ലാത്ത ദൈവം, കാനായി വെള്ളം വീഞ്ഞാക്കിയ ദൈവം, കുഷ്ഠരോഗി സുഖപ്പെടുത്തിയ ദൈവം, പുഴുത്ത ലാസറിനെ ജീവനിലേക്ക് വിളിച്ച ദൈവം ഇന്നും തൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ നിന്നെയും ആശീർവദിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തിലെ, പ്രത്യാശിക്കുന്ന ദൈവത്തിലെ 1 പത്രോസിൻ്റെ 1:7 നമ്മൾ വായിച്ചതാണ്. എന്താ വായിച്ചത്? അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. ദൈവം ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം നിനക്ക് തരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അതിജീവിക്കുന്ന വിശ്വാസം. കാര്യം വിശ്വാസം എപ്പോഴും നശിച്ചു പോണത് അഗ്നിപരീക്ഷ ഉണ്ടാകുമ്പോഴാണ്.
ദൈവം അത് സാധാരണ വിശ്വാസം, ഒരു പാരമ്പര്യ വിശ്വാസം. ഒരു മൈക്കലിൻ്റെ മകനായി ജനിച്ചു, ഞാനെങ്ങനെ ഔസേപ്പായി ജീവിക്കാൻ, അതാണ് പാരമ്പര്യ വിശ്വാസം. ഈ പാരമ്പര്യ വിശ്വാസം എല്ലാം അതിജീവിക്കണ വിശ്വാസമായിട്ട് ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവവേദനെ ദൈവം നിന്റെ വിശ്വാസത്തെ അഗ്നിപരീക്ഷ അതിജീവിക്കുന്ന വിശ്വാസമായി മാറ്റിയാൽ എന്താണ് കർത്താവ് വചനം പറയണത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു. 1 കൊരിന്ത്യൻസ് 13:12 തിരുവചനത്തിൽ എന്താ? നിലനിൽക്കുന്ന വിശ്വാസം. അത് പാരമ്പര്യ വിശ്വാസമാണെന്ന് നിർബന്ധമില്ല. നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വിശ്വാസം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രത്യാശ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ദൈവസംഘം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അത് നിലനിൽക്കുന്ന വിശ്വാസമാകണമെന്നുണ്ടെങ്കിൽ, അത് അഗ്നിപരീക്ഷയെ അതിജീവിച്ച് മതിയാവുമെങ്കിൽ നമുക്ക് അഗ്നിപരീക്ഷകൾ അതിജീവിക്കാനുള്ള നിലനിൽക്കുന്ന വിശ്വാസം, നിലനിൽക്കുന്ന പ്രത്യാശ, നിലനിൽക്കുന്ന ദൈവസ്നേഹം കൊണ്ട് നമ്മളെ മുടിതിരിപ്പിക്കുന്നതിന്, നമ്മുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുന്നതിന്, നമുക്കറിയാം കൂദാശ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ആത്മാക്കളെ പുണ്യപൂർണ്ണമാക്കുന്നതിന് കാണപ്പെടാതെ ദൈവത്തെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോമിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശയെങ്കിൽ അഗ്നിപരീക്ഷകൾ ഒരു അർത്ഥ കൂദാശയാണ്. അതിലൂടെ കാണപ്പെടാത്ത ദൈവവിശ്വാസം, കാണപ്പെടാത്ത പ്രത്യാശ, കാണപ്പെടാത്ത ദൈവസ്നേഹം നമ്മളിലേക്ക് ആത്മാവിനെ സ്വരുക്കൂട്ടിക്കൊണ്ട് ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കി ഉപരി മഹത്വത്തിന് വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയും ഈ അഗ്നിപരീക്ഷയിലൂടെ അതിജീവിക്കുന്ന വിശ്വാസത്താൽ നിത്യം നിലനിൽക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തെ പൈതലാകാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ് നമ്മൾ സകല സാഹചര്യങ്ങളുടെ അഭിമുഖീകരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ സാക്ഷ്യം പ്രവേശിക്കുകയും സാക്ഷ്യം ലഭിക്കുകയും അതിനുശേഷം ഒരു പ്രാർത്ഥനയോട് കൂടി ആരാധനയിൽ പ്രവേശിക്കുകയും ചെയ്യാം. എൻ്റെ പേര് ഷൈനി. ഞാൻ ആലപ്പുഴ ചമ്പക്കുളം സ്വദേശിയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം, കൃപാസനത്തിലൂടെ കിട്ടിയ രോഗസൗഖ്യം പങ്കുവെക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് കണ്ണിന് താഴെയായിട്ട് ഒരു ചെറിയ പാട് കാണുകയും ആ പാട് വളർന്നു വലുതായി കുഞ്ഞിൻ്റെ ചുണ്ടിലേക്കും കൈത്തണ്ടയിലേക്കും കാലിലേക്കുമൊക്കെ ആവുകയും ചെയ്തു. അത് 6 വർഷത്തോളം ഞങ്ങളത് ചികിത്സിച്ചു. ചികിത്സ ചെയ്യുമ്പോൾ അത് കൂടി വരുന്നതല്ലാതെ ഒരു കുറവും കണ്ടില്ല. ചുണ്ടൊക്കെ വിണ്ട് കീറി, മുഖത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി, പുറത്തിറങ്ങാൻ പോലും പറ്റാതെ, സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വിണ്ട് കീറി തടിച്ച് ചുമന്ന് ഇരിക്കുകയായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് പഴുത്തും വരുമായിരുന്നു. ആ അവസരത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ 6 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ഞാൻ ചമ്പക്കുളത്ത് വെച്ച് ഒരു ആൻറ്റിയെ കാണുകയും ആ ആൻറ്റി കൃപാസനത്തെ പറ്റി എന്നോട് പറയുകയും കൃപാസനത്തിൽ വന്ന് അവിടുത്തെ ഒരു പത്രം ആൻറ്റി എനിക്ക് തന്നു. ആ പത്രം കൊണ്ട് ഞാൻ അഡ്രസ്സ് നോക്കി കൃപാസനത്തിലെത്തി. അങ്ങനെ ഇവിടുത്തെ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് അച്ഛനെ കാണുവാൻ സാധിച്ചു. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് ഞാൻ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞ്. അപ്പോൾ തന്നെ അച്ഛൻ മുട്ടുകുത്തി നിർത്തി പ്രാർത്ഥിച്ച്, കുഞ്ഞിൻ്റെ മുഖത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു 2-3 മിനിറ്റ് അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഒരു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും വളരെ ഒരു മാറ്റം പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് വീണ്ടും നോക്കിയപ്പോഴത്തേക്ക് ഈ വിണ്ട് കീറിയതും ഈ ചുമന്നിരിക്കുന്നതും പഴുത്തിരിക്കുന്നതും ഒക്കെ അവസ്ഥ പെട്ടെന്ന് ഒരു മാറ്റം പോലെ ഞാൻ കണ്ടു. ആ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി, അച്ഛനോട് ഒന്ന് ചെന്ന് കുഞ്ഞിൻ്റെ കയ്യിലും കാലിലും ഒക്കെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ അച്ഛനോടൊന്ന് പറയണമെന്നുള്ള ആഗ്രഹം എനിക്ക് തോന്നി. എന്നാൽ അച്ഛനെ കാണാൻ വലിയ പ്രയാസമായിരുന്നതുകൊണ്ട് ഞാൻ അച്ഛൻ ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞിൻ്റെ കാലിലെയും കയ്യിലെയും ചുണ്ടിലെയും രോഗം, കണ്ണിൻ്റെ പോളയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ആ അതിഭീകരമായൊരവസ്ഥയായിരുന്നു കുഞ്ഞിനെ കാണാൻ തന്നെ വികൃതമായിരുന്നു. എനിക്ക് പുറത്തിറക്കുക തന്നെ ദുഷ്കരമായ കാര്യമായിരുന്നു. അത് ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെയും പൂർണ്ണമായ സൗഖ്യം നൽകുകയും ആ അസുഖം വന്നപ്പോൾ കുഞ്ഞിന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പഠിക്കാനുള്ള അവിടെ വിഷമം മാറി. കൃപാസനത്തിലെ മാതാവും അമ്മയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഴമായ വിശ്വാസത്തോടെയാണ് ആ സാക്ഷ്യം കേട്ടത്. ഈ സാക്ഷ്യത്തിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും നേരത്തെ പ്രഭാഷണത്തിൽ കേട്ടതുപോലെ യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഭവനത്തിലുണ്ടാകുന്ന അഥവാ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാൻ വേണ്ടി നിത്യകാലം മുതൽ ദൈവം നിശ്ചയിച്ച സർപ്പത്തിൻ്റെ തല തകർത്ത, രോഗങ്ങളുടെ തല തകർത്ത
അതിനുവേണ്ടി മനുഷ്യരാശിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച കരുത്താറുന്ന അമ്മയാണ് നമ്മുടെ മധ്യസ്ഥ. ആ അമ്മയുടെ മധ്യസ്ഥത തന്നെ നമുക്ക് ആരാധനയ്ക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാര്യം ആരാധനയും ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയുടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട്, അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മൾ ആരാധനയിൽ കനായിലെ കല്യാണവേദിയിൽ ആ വേദനിച്ച കുടുംബത്തിന് വേണ്ടി അമ്മ ഈശോയുടെ തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചതുപോലെ ഈ ആരാധനയിൽ നമുക്ക് വേണ്ടിയും മധ്യസ്ഥം വഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എല്ലാവരും ചേർന്ന് പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നിരവനായ ഈശോയെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായി ഈ ആരാധനയിലെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഈ നിമിഷം ഈശോയുടെ തിരുമുറുമാറുന്ന വലതുകരത്തിൻ്റെ ആശീർവാദം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹ ഈശോയെ, ഈ നിമിഷമെല്ലാം ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് വിശ്വാസം നിറഞ്ഞ്, ദൈവസ്നേഹത്തിൽ നിറഞ്ഞ്, പ്രത്യാശ നിറഞ്ഞ് അഗ്നി പരീക്ഷകളെ അതിജീവിക്കാൻ വേണ്ടി ആത്മധൈര്യം കൈവിടാതിരിക്കാൻ കർത്താവേ, ഗത്സേമനിൽ നിന്നെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനെ, അവനെ ശക്തിപ്പെടുത്തുവാൻ മാലാഖ ഇറങ്ങി വന്നതുപോലെ കർത്താവേ, ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും മാലാഖ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗശക്തിയുടെ മാലാഖ, സാന്ത്വനാഭിഷേകത്തിൻ്റെ മാലാഖ, ദൈവസൗഖ്യത്തിൻ്റെ മാലാഖ, ദൈവത്തിന് ദൂതൻ, ദൈവത്തിന് ശക്തി ഈ നിമിഷം ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മുറിവുകളിലേക്ക് കർത്താവെ ഇറങ്ങി വസിക്കണമേ. ഓരോ മക്കളെ ഇടനെഞ്ചു പൊട്ടുന്ന വേദന അനുഭവിക്കുന്നവരുടെ അന്തസംഘർഷങ്ങളിലേക്ക് കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് നിറയണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മേ, ഞങ്ങൾക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്ക് ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈ ആശീർവാദ നിമിഷങ്ങളിൽ എൻ്റെ സഹോദരങ്ങൾ മനസ്സ് വരുന്ന പ്രാർത്ഥനകൾ, കൃപാസനത്തിന് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആശീർവാദ സമയത്ത് ലഭിക്കുന്നത്. ഈ തകർച്ചയിലും വേദനയിലും വലിയ സമാശ്വാസത്തിൻ്റെ ദൈവിക സാക്ഷ്യം പറയാൻ ഇപ്പോൾ ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ശിരസ്തമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, ഇതാ കർത്താവായ ഈശോ നമ്മളെ ആശീർവദിക്കുക. തൻ്റെ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ വർഷിക്കുകയാണ്. ആണിപ്പഴുതാർന്ന കരമുയർത്തി ഈശോ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെയും നമ്മുടെ മക്കളെയും ആശീർവദിക്കുന്നു.
മനമുയർത്തി സ്വരമുയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവെന്ന നാമം അത്ഭുത നാമമാണ്, അനുഗ്രഹം ചൊരിയുന്ന നാമമാണ്, കൃപ വർഷിക്കുന്ന നാമമാണ്. കർത്താവേ, ഞങ്ങളെ വിളിച്ചപേക്ഷിക്കുന്നു വിശ്വാസത്തോടുകൂടി. മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. വിശ്വസിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിച്ച് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.